നമ്മൾ സൈബർ ട്രക്കിൻ്റെ അകത്തോട്ട് എങ്ങനെ കയറാം എന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ നടന്നെടുക്കുക, നമ്മുടെ കയ്യിൽ കീ ഉണ്ടാവും പോക്കറ്റിൽ, കീയുടെ ടാപ്പ് ചെയ്യുക, അപ്പോൾ ആ ശബ്ദം കേൾക്കും. ഇതിപ്പോൾ ലോക്കായതാണ്. നമ്മൾ ആക്ച്വലി അത് അൺലോക്കായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ അത് ലോക്കായത്. ഒന്നുകൂടി ടാപ്പ് ചെയ്യുക, അപ്പോൾ നമ്മുടെ മിറർ ഓപ്പണായി. വീണ്ടും ഇവിടെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഡോർ ഇത്രയും ഓപ്പണായി വരും. തുറക്കുക, തുറന്നകത്ത് കയറുക, കീ അത് വെക്കാനുള്ള സ്ലോട്ടിൽ വെക്കുക. ഞങ്ങളിവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് ഇത്തിരി പവർ AC ഇട്ടിരിക്കുന്നു. ഞാൻ അത് കുറയ്ക്കട്ടെ, സൗണ്ടിനകത്തൊരു പ്രശ്നം വരും. ഇതാണ് ടെസ്ല ട്രക്കിൻ്റെ ഇൻറ്റീരിയർ. ഇതിനകത്ത് പറയത്തക്ക വ്യത്യാസങ്ങളൊന്നും ഇല്ല നമ്മളൊരു മോഡൽ വൈയോ അല്ലെങ്കിൽ മോഡൽ 3യോ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ. എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഈ ഒരു ബിഗ് സ്ക്രീനാണ്. ഇത്രയും വലിയൊരു സ്ക്രീൻ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു ട്രക്കിലോ ഒരു കാറിലോ ഉണ്ടെന്ന്. അത്രയും വലിയൊരു സ്ക്രീനും അത്രയും നല്ലൊരു ഗ്രാഫിക്സും അത്രയും നല്ലൊരു ഡിസൈനുമാണ് അതിനകത്ത്. ഓരോ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷനും എക്സ്ട്രീംലി നൈസാണ് കാണാനും അതുപോലെ യൂസ് ചെയ്യാനും. ഒന്നിന് ലാഗോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു പില്ലർ വരുന്നുണ്ട് ഇവിടെ, അവിടെ ഒരു പില്ലറുണ്ട്, അവിടെയൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. പക്ഷേ അതിനകത്തൊക്കെയുള്ളൊരു ബെനിഫിറ്റ്, അത് ടെസ്ല ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ക്യാമറ വ്യൂ ഉണ്ട്. ഇത് ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് റൈറ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ടുള്ള വ്യൂ. പിന്നെ സൈബർ ട്രക്കിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലും സ്റ്റിയർ ചെയ്യും. അതായത് ഫ്രണ്ട് വീല് റൈറ്റിലോട്ട് തിരിയുകയാണെങ്കിൽ ബാക്ക് വീല് ലെഫ്റ്റിലോട്ട് തിരിയും നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീലും ടേൺ ചെയ്യുമ്പോൾ ടേണിങ് റേഡിയസ് വളരെ കുറവായിട്ട് നമുക്ക് സൈബർ ട്രക്കിൽ കിട്ടും. അതായത് ഒരു ചെറിയൊരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ലാഘവത്തോടെ സൈബർ ട്രക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ കൺവീനിയൻ്റ് ഓപ്ഷനാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രത്യേകത, ഇത് സ്റ്റിയർ ബൈ വയർ ടെക്നോളജിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു മെക്കാനിക്കൽ കണക്ഷൻ ടയറിലോട്ട് പോകുന്നില്ല. നമ്മൾ സെൻസേഴ്സും അതിൻ്റെ കണക്ഷൻസും യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ വളരെ ചെറിയ റേഡിയസിൽ തന്നെ നമുക്ക് തിരിക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് അധികം സ്റ്റിയറിംഗ് തിരിക്കേണ്ട എന്നുള്ളൊരു ഗുണവും കൂടിയുണ്ട്. അതായത് നമ്മളിത് ഇത്രയും തിരിച്ചാൽ കാറ് ഫുള്ള് തിരിയും, ഇത്രയും തിരിച്ചാൽ ഇങ്ങോട്ടും ഫുൾ മാക്സിമം റൊട്ടേഷൻ അതിനകത്ത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അതിനകത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള എല്ലാ ട്രക്കിനേക്കാളും ഓടിക്കാൻ എളുപ്പമുള്ള ട്രക്ക് സൈബർ ട്രക്കാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ നല്ലൊരു കപ്പ് ഹോൾഡർ ഉണ്ട്, ചെറിയ മിറർ ഉണ്ട്. ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ബാക്കിലെ ട്രങ്ക്, അതായത് നമ്മുടെ കാർഗോ സ്പേസ് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഒന്നും കാണില്ല. പക്ഷേ നമുക്കിവിടെ ക്യാമറ ഉണ്ട്, അതിന് പകരം യൂസ് ചെയ്യാൻ.